VSന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം എ സുരേഷും PK ശശിയും UDFന്റെ ഭാഗമാവുമെന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് മാധ്യമങ്ങളിലൂടെയെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ജനസ്വാധീനമുള്ള എത്രയോ പ്രമുഖർ പാർട്ടി വിട്ടും ഒന്നും സംഭവിക്കാത്ത പാർട്ടിയാണ് CPM എന്നും സുരേഷ് ബാബു. എ സുരേഷ് മലമ്പുഴയിലും PK ശശി ഒറ്റപ്പാലത്തും UDF സ്ഥാനാർത്ഥിയാവുമെന്നും ജില്ലയിലെ CPM വിമതർ ഏകീകൃത പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയേക്കുമെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ബാബു. അല്ലാതെ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ കാണുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ എന്താ പറയുക, മെമ്പർഷിപ്പിൽ പോലും ഇല്ലാത്തവര് ആണ്. മെമ്പർഷിപ്പിൽ പോലും ഇല്ല എന്നാണ് നിങ്ങളെ പോലെ തന്നെ എനിക്കുള്ള അറിവ് ഇല്ല എന്നുള്ളതിന്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് മറുപടി പറയാൻ പറ്റും ഞങ്ങൾക്ക്. അതാണ് ഞങ്ങളുടെ പണി. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് നിങ്ങളത് ചോദ്യം ചോദിച്ചാണ് അല്ലേ? തിരിച്ചടിയായ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അതിപ്പോ വിമത നീക്കം ഇല്ലാത്തോടെ ഞങ്ങൾക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലവിടെയൊക്കെ. അത് വിമത നീക്കമാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വെച്ചാൽ ഇതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അതൊക്കെ വരുമ്പോ നമുക്ക് നോക്കാലോ. നമ്മള് ഇവിടെ ഉണ്ടല്ലോ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM വിമതർ ഭീഷണിയാവുമെന്നായിരുന്നു മാധ്യമങ്ങൾ ഉയർത്തിവിട്ടത്. എന്നാൽ അതുണ്ടായില്ല. എ സുരേഷ് നിലവിൽ പാർട്ടി അംഗമല്ല. CPMന് ജില്ലയിൽ 41,000 ബ്രാഞ്ചുകളുണ്ട്. ഇതിലെ സെക്രട്ടറിമാർ പല മാനസികാവസ്ഥയുള്ളവരാണ്. ഇവരെയെല്ലാം നോക്കി നടക്കാൻ കഴിയില്ലെന്നായിരുന്നു PK ശശിയുടെ കാര്യത്തിൽ സുരേഷ് ബാബുവിന്റെ പ്രതികരണം. നിശബ്ദരായ ചിലരെ തെരഞ്ഞുപിടിച്ച് മാധ്യമങ്ങൾ അജണ്ട നടപ്പിലാക്കുകയാണ്. CPMന് ഒരു വിമതനും ഭീഷണിയല്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു.